ഈ കാണുന്ന ചൊബാനി യോഗട്ടിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരു വലിയ പാഠമുണ്ട്. 1994 ഒരു മനുഷ്യൻ ടർക്കിയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നിറങ്ങുന്നു. കയ്യിൽ പൈസയില്ല, ഇംഗ്ലീഷ് ശരിക്കും സംസാരിക്കാൻ അറിയില്ല. നാട്ടിൽ അയാളുടെ ഫാമിലി ആട് വളർത്തുന്ന ആളുകളാണ്. പാല്, ചീസ് അതൊക്കെയാണ് അയാൾക്കറിയാവുന്ന ഒരേ ഒരു ജോലി. അങ്ങനെ അയാൾ 11 വർഷം അമേരിക്കയിൽ കഴിച്ചു കൂട്ടുന്നു. അങ്ങനെ സിറ്റിയിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം അയാൾ ഒരു നോട്ടീസ് കാണുന്നു. ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ഒരു യോഗേർട്ട് ഫാക്ടറി വിൽപ്പനയ്ക്കുണ്ട് എന്ന്. ക്രാഫ്റ്റ് എന്ന് പറയുന്ന വലിയ കമ്പനി അത് പൂട്ടിപ്പോയതാണ്. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീടില്ല, പണയം വെക്കാൻ ഒന്നുമില്ല, ഒരു ബിസിനസ്സിന് ട്രാക്ക് റെക്കോർഡ് പോലും ഇല്ല. ഈ മനുഷ്യൻ നേരെ ബാങ്കിൽ ചെന്ന് ചോദിക്കുന്നു, ആ ഫാക്ടറി വാങ്ങിക്കാൻ എനിക്ക് പണം വേണം. 5 തവണ അയാളെ ആ ബാങ്ക് തിരിച്ചയച്ചു. പക്ഷേ 6ാമത്തെ തവണ ലോൺ അപ്രൂവ് ആയി. സ്മോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ലോൺ, $8 ലക്ഷം. ആ കമ്പനിയാണ് നമ്മൾ ഇപ്പൊ കണ്ട ഈ ചൊബാനി എന്ന് പറയുന്ന കമ്പനി. കഴിഞ്ഞ വർഷം അതിന്റെ വാല്യൂ $20 ബില്യൺ ആണ്. അയാൾ തന്നെ ഇപ്പോഴും അതിന്റെ 68% ഓൺ ചെയ്യുന്ന ഓണറും ആണ്. സംഭവം ഈ കഥ കേൾക്കുമ്പോൾ ആ മനുഷ്യൻ വലിയ ഒരു വിജയമായിരുന്നു എന്ന് തോന്നും. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കാം. വീടില്ല, സ്വന്തമായിട്ട് പണയം വെക്കാൻ ഒന്നുമില്ല, എക്സ്പീരിയൻസ് ഒന്നുമില്ല, നന്നായി ഭാഷ പറയാൻ അറിയില്ല, എന്നിട്ടും ആ സിസ്റ്റം അയാൾക്ക് എന്തിനാണ് അത്രയും പണം കടം കൊടുത്തത്? ആ ബാങ്ക് ചിന്തിക്കുന്ന ഡിറക്ഷൻ നമുക്ക് മനസ്സിലായാൽ നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാവും. കാലങ്ങളായി നമ്മൾ ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കും. ഇന്ന് ലോകത്തിൽ ഏറ്റവും വേഗം വളരുന്ന ഇക്കോണമിയാണ് നമ്മുടെ ഇന്ത്യയുടേത്. നമുക്കുള്ള റിസോഴ്സസ് വെച്ച്, നമുക്കുള്ള ചരിത്രം വെച്ച് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ഒരു തർക്കവുമില്ല. പക്ഷേ ഒരു ഫാക്റ്റ് കൂടിയുണ്ട്. ഈ നിമിഷത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചില പ്രത്യേക കാര്യങ്ങളിൽ US മാർക്കറ്റിന് കൂടുതൽ എഡ്ജ് ഉണ്ട് എന്നതാണ് സത്യം. പക്ഷേ ആ എഡ്ജ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു പ്രാക്ടിക്കൽ ആയിട്ടൊരു ചോദ്യം. നിങ്ങൾ ഇന്ത്യയിലിരുന്ന് US മാർക്കറ്റിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി ഇതിനൊരു വഴി ഉണ്ട് എങ്കിൽ നല്ലത് തന്നെ. ഇല്ല എങ്കിൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. വെസ്റ്റഡ് ആണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. നിങ്ങളുടെ ഇപ്പോഴുള്ള ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നിങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുന്നു. ആ ബാങ്ക് അത് ഡോളറാക്കി വെസ്റ്റഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഡോളർ കൊണ്ട് ഇനി US സ്റ്റോക്കിലും ETF-ലും ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അക്കൗണ്ട് തുറക്കാനായിട്ട് പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല, മിനിമം ഡെപ്പോസിറ്റും ഇല്ല. 10,000-ലധികം US സ്റ്റോക്കുകളും ETF-കളും അവിടെയുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഫ്രാക്ഷണൽ ആയിട്ടുള്ള ഷെയർസ്, അതായത് ഒരു മുഴുവൻ ഷെയർ വാങ്ങിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിലും ഒരു ചെറിയ ഭാഗമായിട്ട് നമുക്ക് വാങ്ങിക്കാനുള്ള അവസരമുണ്ട്. $1 മുതൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ SIP-യും സെറ്റ് ചെയ്യാം, ഇന്ത്യയിൽ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ പണം അയക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ, അതായത് HDFC, ICIC, ആക്സിസ്, IDFC ഫസ്റ്റ് ഈ പാർട്ട്ണർ ബാങ്ക് വഴിയാണെങ്കിൽ ഫോറക്സ് കൺവേർഷൻ ഫീസും കുറവാണ്. പണം അതേ ദിവസമോ അടുത്ത വർക്കിംഗ് ഡേയോ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. വെസ്റ്റഡ് US-ലെ SEC-യിൽ രജിസ്റ്റേർഡ് ആണ് RIA ആയിട്ട്. RIA എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ. ഫിൻറയിലും അവർ രജിസ്റ്റേർഡ് ബ്രോക്കർ ഡീലർ ആണ്. അപ്പോൾ നിങ്ങളുടെ ഷെയർസ് ഇരിക്കുന്നത് വെസ്റ്റഡിന്റെ കയ്യിലല്ല, ഡ്രൈവ് വെൽത്ത് എന്ന തേർഡ് പാർട്ടി കസ്റ്റോഡിയന്റെ കയ്യിലാണ്. SIPC പ്രൊട്ടക്ഷൻ ഉണ്ട് $5 ലക്ഷം വരെ. ഇനി ടാക്സിനെ പറ്റി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ പുറത്തേക്ക് അയക്കുന്ന സമയത്ത് TCS വരും. അത് ഇതിനായിട്ടെന്നല്ല, നിങ്ങൾ എന്ത് കാര്യത്തിന് അയച്ചാലും വരും. പക്ഷെ അത് നഷ്ടപ്പെടുന്ന പണമല്ല, ITR ഫയൽ ചെയ്ത് തിരിച്ച് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്ന പണം തന്നെയാണ്. നിങ്ങൾക്ക് വെസ്റ്റഡ് ഒന്ന് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി സൈനപ്പ് ചെയ്താൽ $10 ബോണസും കിട്ടും. പക്ഷെ ഒരു കാര്യം, ഞാൻ ഇപ്പം പറഞ്ഞത് എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ ഉത്തരമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തിന് അങ്ങനെ ചെയ്യണം എന്നതിൻ്റെ ഉത്തരമാണ്. അതായത് എന്തുകൊണ്ട് നമ്മൾ US-ൽ ഇൻവെസ്റ്റ് ചെയ്യണം, US മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിൻ്റെ ഉത്തരമാണ്. അതാണ് ഇതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് എന്ന് മനസ്സിലാക്കുക. ഫണ്ടമെൻ്റലായി തന്നെ US മാർക്കറ്റിനുള്ള 2 അൾട്ടിമേറ്റ് അഡ്വാൻറ്റേജസ് ഞാൻ പറയാം. എളുപ്പത്തിൽ വേറെ ആർക്കും തട്ടിയെടുക്കാൻ പറ്റാത്ത അഡ്വാൻറ്റേജസ്. ഒന്നാമത്തത്, നമുക്ക് നാസ്ഡാക്ക് 100 എടുത്തൊന്ന് നോക്കാം. US-ലെ ടോപ്പ് ടെക് കമ്പനീസ് ആണ് ഇവിടെ ഉള്ളത്. ചിപ്പ് ഉണ്ടാക്കുന്നവർ, ക്ലൗഡ് നടത്തുന്നവർ, AI ഉണ്ടാക്കുന്നവർ, നമ്മുടെ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നവർ, ഇലക്ട്രിക് കാർ ഉണ്ടാക്കുന്നവർ, അതായത് ഇന്ന് ലോകത്തിൻ്റെ ഡിറക്ഷൻ തന്നെ തീരുമാനിക്കുന്ന കമ്പനികളാണ് ഇതെല്ലാം. ഇനി രണ്ടാമത്തത്, US മാർക്കറ്റിൻ്റെ വലിയ ഒരു പ്രത്യേകത അവിടെ അമേരിക്കൻ കമ്പനീസ് മാത്രമല്ല എന്നതാണ്. ലോകത്തിലെ ഏത് രാജ്യത്തു നിന്നുള്ള കമ്പനിയും അവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ചൈനീസ് കമ്പനീസ് അവിടെ ഉണ്ട്, യൂറോപ്യൻ കമ്പനീസ് ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, ലാറ്റിൻ അമേരിക്കൻ ഉണ്ട്, ഇന്ത്യൻ എല്ലാം ഉണ്ട്.
നമ്മുടെ ഇൻഫോസിസ് അവിടെയുണ്ട്, HDFC ബാങ്ക് ഉണ്ട്, ICICI ഉണ്ട്, വിപ്രോ ഉണ്ട്, മേക്ക് മൈ ട്രിപ്പ് എല്ലാം അവിടെയുണ്ട്. ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഫ്രഷ് വർക്ക്സ് എന്ന ഒരു കമ്പനി ഉണ്ട്, ചെന്നൈയിൽ തുടങ്ങിയ ഇന്ത്യക്കാരൻ തുടങ്ങിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനി. അവർ ലിസ്റ്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലല്ല, നാസ്ഡാക്കിലാണ്. അതായത് US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ലോകം മുഴുവൻ വന്ന് നിൽക്കുന്ന ആ മാർക്കറ്റിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇനി US മാർക്കറ്റിന്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ചില നമ്പേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്കുകളും കൂടെ കൂട്ടി വെക്കുക. റിലയൻസ്, TCS, HDFC, ഇൻഫോസിസ്, SBI ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനിയും. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് NVIDIA എന്നൊരൊറ്റ കമ്പനി മാത്രം വെക്കുക. ആ ഒരൊറ്റ കമ്പനി ആയിരിക്കും ഇതിനേക്കാളൊക്കെ വലുത്. ഒരൊറ്റ കമ്പനി നമ്മുടെ മുഴുവൻ മാർക്കറ്റിനേക്കാൾ. ഇനി രണ്ടാമത്തത്, കഴിഞ്ഞ 15 വർഷം നമ്മൾ എടുത്തു നോക്കിയാൽ 2011 മുതൽ ഇന്ന് വരെ, 2011 നിഫ്റ്റി 50 5600-നടുത്തായിരുന്നു. ഇന്ന് 24,000-ന് മുകളിൽ, അതായത് 4 ഇരട്ടിയിൽ കൂടുതൽ. ഇത് വളരെ നല്ല റിട്ടേൺ തന്നെയാണ്. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർ നല്ലതായിട്ട് കാശുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതേ 15 വർഷം നാസ്ഡാക്ക് 100-ൽ നമുക്കൊന്ന് എടുത്തു നോക്കാം. 1200% കൂടുതലാണ് അവിടെ വന്നിരിക്കുന്ന റിട്ടേൺസ്. ഇനി മൂന്നാമത്, ഇതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, റുപ്പി വാല്യൂ. 2011 $1 ഏകദേശം 45 രൂപയാണ്. ഇന്ന് ഏകദേശം 96 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2011 1 ലക്ഷം രൂപ എടുത്ത് ഡോളറാക്കി വെക്കുന്നു എന്ന് കരുതുക. ഒന്നും ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, വെറുതെ ഡോളറാക്കി തന്നെ വെക്കുന്നു. ഇന്ന് അതിനെ തിരിച്ച് റുപ്പിയിലേക്ക് ആക്കിയാൽ അത് 2 ലക്ഷത്തിന് മുകളിലുണ്ടാവും. ഒന്നും ചെയ്യാതെ അത്ര വേഗത്തിലാണ് നമ്മുടെ റുപ്പി വീണുകൊണ്ടിരിക്കുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഇനി ഈ വീഡിയോയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തവർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് തീർച്ചയായിട്ടും പണം നഷ്ടപ്പെട്ടിട്ടില്ല. അവർ നല്ല കാശുണ്ടാക്കി. പക്ഷേ അവർക്ക് ഒരു അവസരം നഷ്ടപ്പെട്ടു. 2011 1 ലക്ഷം രൂപ നിഫ്റ്റിയിൽ ഇട്ടു എന്ന് വെക്കുക. ഇന്ന് അത് 5 ലക്ഷത്തിനടുത്താണ്. അതേ 1 ലക്ഷം നാസ്ഡാക്ക് 100-ൽ ഇട്ടിരുന്നു എങ്കിൽ രൂപയുടെ ഫോളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്തിയേനെ. 1 ലക്ഷം രൂപ ഒരേ 15 വർഷം, 2 സ്ഥലങ്ങൾ. ഇതാണ് നഷ്ടപ്പെട്ട അവസരം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് ഞാൻ പറയണം, ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ചീറ്റിംഗ് പോലെ ആയിപ്പോകും. US സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും വീഴാത്ത ഒരു ഇരുമ്പുലക്കൊന്നുമല്ല. കഴിഞ്ഞ 15 വർഷം US ടെക്നോളജിക്ക് അസാധാരണമായിട്ടുള്ള നല്ല കാലമായിരുന്നു. അത് നടന്നത് ഒരു കാരണം കൊണ്ടല്ല, ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. വേറെ ഒരു 15 വർഷമാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ വേറൊന്നായിരിക്കും അവിടെ നടന്ന കഥ. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2000-ൽ തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ ആ US-ന്റെ ടെക് ഇൻഡെക്സ് പിന്നെ 15 വർഷത്തോളം പഴയ ലെവലിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അത്ര വലിയ ഫോളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നമ്മളെടുത്ത് നോക്കിയാൽ ഇന്ത്യൻ മാർക്കറ്റ് പല ഫോൾഡുകളാണ് കൂടി വന്നത്. പക്ഷേ അതിനുശേഷം US മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുമുണ്ട്. അപ്പോൾ ലോങ് ടേമിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റാണ് US എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ 15 വർഷം കാത്തിരിക്കാൻ നമുക്ക് പറ്റുമോ? അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ ചൊബാനിയുടെ കഥയിലേക്കൊന്ന് തിരിച്ചു വരാം. ആ ടർക്കിക്കാരന് 6ാമത്തെ അറ്റംപ്റ്റിൽ ബാങ്ക് എന്തുകൊണ്ട് പണം കൊടുത്തു? ഉത്തരം അയാളുടെ കഴിവ് മാത്രമല്ല, അവിടെയുള്ള സിസ്റ്റം ഒരു എഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുതിയ സാധനങ്ങളെ എത്ര വേഗം അകത്തേക്ക് എടുക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു എഡ്ജ്. പുതിയ ഒരാൾ, പുതിയ ഒരു ഐഡിയ, പുതിയ ഒരു ഇൻഡസ്ട്രി, അതിനെ എത്ര വേഗം ആ സിസ്റ്റം ഉള്ളിലേക്ക് കൊണ്ടുവരും എന്ന ക്യാരക്ടർ. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് അറിയാമോ? ക്രിപ്റ്റോ. ആദ്യം US മാർക്കറ്റ് ക്രിപ്റ്റോയെ പുറത്തു നിർത്തി, അതിനെ എതിർത്തു, കേസ് കൊടുത്തു. റെഗുലേറ്റേഴ്സ് എല്ലാം അതിനെ അംഗീകരിക്കാൻ വർഷങ്ങളെടുത്തു. ചൊബാനിയുടെ അതേ ആദ്യത്തെ 5 അറ്റംപ്റ്റുകൾ പോലെ. എന്നിട്ട് ഒരു ദിവസം അവരതിനെ ഒരു ETF-ന്റെ ഉള്ളിലേക്ക് എടുത്തു, ഒരു റെഗുലേറ്റഡ് പ്രോഡക്റ്റ് ആക്കി. ഒരു സാധാരണ ഇൻവെസ്റ്ററിന് പോലും ഒരു സാധാരണ അക്കൗണ്ട് വഴി വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാക്കി മാറ്റി. ഇന്ന് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് പെൻഷൻ ഫണ്ടിന്റെ കയ്യിൽ ബിറ്റ്കോയിൻ ETF ഉണ്ട്. സാധാരണക്കാരുടെ റിട്ടയർമെന്റ് ഫണ്ടുകളിലും ഇന്ന് കൊണ്ടുവരാനുള്ള നിയമം അവിടുത്തെ റെഗുലേറ്റർ ഇപ്പോൾ പ്രൊപ്പോസും ചെയ്തിട്ടുണ്ട്. അതായത് അവരാദ്യം വേണ്ട എന്ന് പറഞ്ഞ സാധനം അവർ തന്നെ അകത്തേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. എന്നിട്ട് അത് നമുക്ക് തന്നെ വിൽക്കുന്നു. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ക്രിപ്റ്റോ വാങ്ങണം എന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ക്യാരക്ടറിനെ പറ്റിയാണ്. ആ മാർക്കറ്റിൻ്റെ തന്നെ സ്വഭാവം ഇതാണ്. ആദ്യം എതിർത്തു എന്ന് വരാം, പിന്നെ അതിന് വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, ഗ്രോത്ത് ഉറപ്പായാൽ വേറെ ഏത് രാജ്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവരേറ്റെടുക്കും. അപ്പോൾ ആ സ്വഭാവമുള്ളൊരു മാർക്കറ്റിൽ നമ്മൾ പണം ഇട്ടാൽ അടുത്ത 10 വർഷത്തിൽ ഏത് പുതിയ സാധനം വരുമോ അത് അവരുടെ ബാസ്ക്കറ്റിൽ ഉണ്ടാവും. ആ മാറ്റത്തെപ്പറ്റി പഠിക്കേണ്ട കാര്യമോ റിസർച്ച് ചെയ്യേണ്ട കാര്യമോ പോലും
ഒരു സാധാരണ ഇൻവെസ്റ്ററിന് ഉണ്ടാവുന്നില്ല. ആ ബാസ്ക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക, അത് മാത്രം നമ്മൾ ചെയ്താൽ മതിയാകും. ഇന്ത്യ ഇന്ന് ആ പറഞ്ഞ സംഭവം ചെയ്യുന്നില്ല എന്നല്ല, ഇന്ത്യ ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് 20 വർഷം മുമ്പുള്ളതിനേക്കാൾ എത്രയോ മെച്ചമാണ്. UPI പോലുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് ലോകത്തിന്റെ മുന്നിൽ. പക്ഷേ ഏറ്റവും പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനും മാറ്റം മുന്നിൽ നിന്ന് കൊണ്ടുവരാനും നമ്മൾ ഒരല്പം പുറകിലാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ പലർക്കും ഒരു തോന്നൽ വരും, അപ്പോൾ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം വിറ്റ് US മാറ്റണോ? വേണ്ട, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ളത് ഒരു ചോദ്യമോ ചോയ്സോ അല്ല, ഇതും കൂടി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന SIP എല്ലാം അതേപോലെ തന്നെ കീപ്പ് ചെയ്യുക, US കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഹിസ്റ്റോറിക്കലായിട്ട് കാണുന്ന റിട്ടേൺസ് പ്രതീക്ഷിക്കാതെ പേഷ്യൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ആർക്കാണ് ഇത് പറ്റുന്നത്? ഇന്ത്യയിൽ നമുക്കൊരു സ്റ്റേബിൾ ഇൻകം ഉണ്ട്, ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഭാഗം പുറത്തേക്ക് മാറ്റാൻ നിങ്ങൾ ആലോചിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ഇത് നന്നായിട്ട് ചേരും. ഇനി ആർക്കാണ് ഇത് പറ്റാത്തത്? എമർജൻസി ഫണ്ട് ഇല്ലാത്തവർക്ക്, ക്രെഡിറ്റ് കാർഡ് ഒരുപാട് കടമുള്ളവർക്ക്. നിങ്ങൾ ആരും അത് സെറ്റിൽ ചെയ്യാതെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് മാത്രമല്ല, ഈ 15 വർഷത്തെ നമ്പർ കണ്ട് ആവേശം വരുന്ന ആളുകളും ഇതിന് നിൽക്കരുത്. ഇനി അങ്ങനെ എല്ലാ ആളുകളും പറയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം, കാരണം ഇത് പറഞ്ഞില്ല എങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആവില്ല. നമ്മൾ നേരിട്ട് US സ്റ്റോക്സ് വാങ്ങിക്കുന്ന സമയത്ത് ആ അസറ്റ് ലീഗലി അമേരിക്കയുടേതാണ്. നിങ്ങൾ മരിച്ചാൽ ചിലപ്പോൾ $60,000 മുകളിലുള്ള ഭാഗത്തിന് അമേരിക്കൻ എസ്റ്റേറ്റ് ടാക്സ് വന്നേക്കാം. 40% വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാരും നമുക്ക് പറഞ്ഞു തരില്ല. പക്ഷേ ഒരു വഴിയുണ്ട്. UCITS ഫണ്ട്സ് അയർലൻഡിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ്. അതിൻ്റെ ഉള്ളിലും അതേ അമേരിക്കൻ കമ്പനികൾ തന്നെയാണ്. പക്ഷേ അസറ്റുകൾ ലീഗലി അയർലൻഡിൻ്റെതാണ്. ഒരു എസ്റ്റേറ്റ് ടാക്സ് വരില്ല. പെട്ടെന്ന് തുടങ്ങുന്ന സമയത്ത് ഈ പ്രശ്നം നമുക്ക് ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ പോർട്ട്ഫോളിയോ വലുതാകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ആലോചിക്കാം. വെസ്റ്റഡിലും ഈ ഓപ്ഷൻ കിടപ്പുണ്ട്. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിലും ചിലപ്പോൾ ആ ഓപ്ഷൻ ഉണ്ടായേക്കാം. അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി അവസാനം ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ടർക്കിക്കാരൻ, അയാൾ ഒരു ആട് വളർത്തുന്ന കുടുംബത്തിൽ നിന്നും വന്നവനാണ്. അയാളെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കഴിവുള്ള ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകൾ. അയാളും അവരും തമ്മിലുള്ള വ്യത്യാസം കഴിവ് അല്ല. 6ാമത്തെ അറ്റംപ്റ്റിൽ ബാങ്ക് എസ് പറഞ്ഞു എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അവസരങ്ങളുള്ള ഒരു രാജ്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. മാത്രമല്ല, നമുക്ക് നമ്മുടെ ബിസിനസ് അവിടേക്ക് മാറ്റാനും പറ്റില്ല. പക്ഷേ ആ സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പീസ് അത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതിന് 500 രൂപ മതി. അതിനൊരു വലിയ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ചെറിയ തുടക്കം മാത്രം മതി. ഇത്ര നേരം കേട്ട ഈ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇന്ത്യയിൽ മാത്രമാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിനൊരു കാരണമുണ്ടോ? അതോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് കൊണ്ടാണോ? ഇതെല്ലാം താഴെ ഡിസ്കസ് ചെയ്യാം. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കേൾക്കാൻ താല്പര്യമുണ്ട്. വെസ്റ്റഡ് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.